ഗസയിൽ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സമ്മതിച്ചെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 60 ദിവസത്തെ വെടിനിർത്തലാണ് നിലവിൽ വരിക. ഈ കരാറിനുള്ള പ്രധാന വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഹമാസ് ഈ കരാർ അംഗീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാറിലെ ഉപാധികൾ എന്തൊക്കെയാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഖത്തറും ഈജിപ്തും ചേർന്ന് ഹമാസിന് ഒരു അന്തിമ വാഗ്ദാനം നൽകുമെന്നും അതിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും ട്രംപ് പറയുന്നുണ്ട്. 2023 ഒക്ടോബർ മുതൽ 58,000-ത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ട സംഘർഷത്തിന് താൽക്കാലിക വിരാമമുണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത്. ശാശ്വത സമാധാനത്തിന് വെടിനിർത്തൽ കരാർ വഴിയൊരുക്കുമെന്ന പ്രത്യാശയാണ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചത്. തന്റെ സോഷ്യൽ മീഡിയ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെയാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ട്രംപ് പ്രതികരണം നടത്തിയത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ വളരെയധികം പരിശ്രമിച്ച ഖത്തറും ഈജിപ്തും അന്തിമ നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാനമാണ് ലക്ഷ്യമെന്നാണ് വിശദീകരണം. ഗസ വിഷയത്തിൽ എന്റെ പ്രതിനിധികൾ ഇസ്രായേലുമായി ദീർഘവും ഫലപ്രദവുമായ ചർച്ച നടത്തി 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. ഈ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം ഉണ്ടാക്കാനും എല്ലാവരുമായി ചേർന്ന് പ്രവർത്തിക്കും. സമാധാനം പുനഃസ്ഥാപിക്കാൻ വളരെയധികം പരിശ്രമിച്ച ഖത്തറും ഈജിപ്തും അന്തിമ നിർദ്ദേശം അവതരിപ്പിക്കും. മിഡിൽ ഈസ്റ്റിന്റെ നന്മയ്ക്കായി ഹമാസ് ഈ കരാർ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകും, സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് പറഞ്ഞു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ 1200-ലധികം പേർ കൊല്ലപ്പെടുകയും 250-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇതിന് മറുപടിയായി ഇസ്രായേൽ ഗസയിൽ ആരംഭിച്ച സൈനിക നടപടിയിൽ 10,000-ങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിൽ ഗസയുടെ പല പ്രദേശങ്ങളും തകർന്നു. ഒരാഴ്ചയ്ക്കകം ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ ചർച്ച തുടരുകയാണെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണമൊന്നും തന്നെ ഉണ്ടായില്ലെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. എന്തായാലും സിറിയക്കെതിരായ US ഉപരോധം അവസാനിപ്പിച്ച് കൊണ്ടുള്ള ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഒപ്പുവച്ചിരുന്നു. സാമ്പത്തിക വ്യവസായ ഉപരോധങ്ങൾ പിൻവലിച്ചതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു. എന്നാൽ സിറിയയുടെ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനും കുടുംബത്തിനുമുള്ള ഉപരോധം തുടരും. US-ന്റെ നീക്കം സിറിയയെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കുമെന്ന് US പ്രസ് സെക്രട്ടറി അറിയിച്ചു. ഉപരോധം അവസാനിപ്പിച്ച് ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന സിറിയയെ പുനർനിർമ്മിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് മേയിൽ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം യമനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം. ഇസ്രായേലിലെ വിവിധയിടങ്ങളിൽ ആക്രമണ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങി. മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് നഗരത്തിലും ആക്രമണമുണ്ടായി.